ജപ്പാനിലേക്ക് ഉപരിപഠനത്തിനും തൊഴിലിനുമായി പോകുന്ന 38 വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട്ടെ സൗഹൃദ കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. ജാപ്പനീസ് ലാംഗ്വേജ് ഫൗണ്ടേഷൻ ഭാഷാ ഉപദേഷ്ടാവ് സയഗ അയോഗി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹോട്ടൽ കിങ് ഫോർട്ടിൽ നടന്ന ചടങ്ങിലാണ് ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ആദരിച്ചത്. ജാപ്പനീസ് ലാംഗ്വേജ് ഫൗണ്ടേഷൻ ഭാഷാ ഉപദേഷ്ടാവ് സയഗ അയോഗി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ജാപ്പനീസ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സന്ദർശിച്ചെങ്കിലും JLAയിലെ അധ്യാപകരുടെ ജാപ്പനീസ് ഭാഷാ പ്രാവീണ്യം അത്ഭുതപ്പെടുത്തിയെന്ന് സയക പറഞ്ഞു. ജാപ്പനീസ് ഭാഷാ പഠനത്തിന്റെ പേരിൽ വലിയ തോതിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അംഗീകൃത സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും അവർ പറഞ്ഞു. ですので、こちらのアカデミーで勉強することができて日本に行くことができる38人の皆さんは本当にラッキーだなというふうに思いました。കഴിഞ്ഞ വർഷം ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമി വഴി 65 പേർ ജപ്പാനിലേക്ക് പോയിരുന്നു. മുഴുവൻ വിദ്യാർത്ഥികളും സ്കോളർഷിപ്പോടെയാണ് ജപ്പാനിലേക്ക് പോകുന്നത്. ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെ പ്രവർത്തനം കേരളത്തിൽ 15ാമത്തെ വർഷം പൂർത്തിയാവുകയാണ്. ഈ വർഷം 38 കുട്ടികളെ ജപ്പാനിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ വർഷം തന്നെ അടുത്ത ഇൻടേക്ക് ഒക്ടോബറിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കാനുള്ള ശ്രമം ഓൾറെഡി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം നമ്മൾ പോകുന്ന എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒന്നിച്ച് വിളിക്കുകയും പല കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. പല ഫേക്ക് ഏജൻസികളും ജപ്പാന്റെ കാര്യത്തിൽ പല ഫേക്ക് ഓഫർ ലെറ്ററുകളും കോളേജിന്റെ അഡ്മിഷൻ ലെറ്ററും ഒക്കെ കാണിച്ച് ഒരുപാട് പേരെ പറ്റിക്കുന്നൊരവസ്ഥ കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി കൂടിയാണ് രക്ഷിതാക്കൾ കൂടെ അവെയർ ആവാൻ വേണ്ടി ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജപ്പാനിൽ ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ്, ഓപ്പർച്യൂണിറ്റീസ്, പോകാനുള്ള റീസൺസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ചന്ദ്രിക ദിനപത്രം എഡിറ്റർ കമാൽ ബരദൂർ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ്, OISCA ഇന്റർനാഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു എന്നിവർ സംസാരിച്ചു. JLA MD ഡോക്ടർ സുബിൻ വാഴയിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും